ക്ഷേത്രവിശേഷങ്ങളുടെ നിറക്കാഴ്ചകളുമായി ഇനി ഇന്നത്തെ ദീപാരാധന കണ്ടുമടങ്ങാം. പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രം കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ തൃശൂർ ജില്ല, ലോകപ്രശസ്തമായ തൃശൂർ പൂരം അരങ്ങേറുന്ന ഈ നഗരകേന്ദ്രത്തിൽ നിന്ന് അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു സീതാരാമസ്വാമി ക്ഷേത്രമുണ്ട്. നഗരപരിധിയിൽ ഉൾപ്പെട്ട പൂങ്കുന്നത്ത് പുഷ്പഗിരി അഗ്രഹാരത്തിന് അലങ്കാരമായി സ്ഥിതി ചെയ്യുന്ന നിരവധി പ്രത്യേകതകളുള്ള ക്ഷേത്രം. 1890-കളിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടന്നത് 1899 ജൂൺ 11 മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന TR രാമചന്ദ്ര അയ്യരാണ് ഈ ക്ഷേത്രവും അനുബന്ധമായി നിലനിൽക്കുന്ന അഗ്രഹാരവും നിർമ്മിച്ചത്. ക്ഷേത്രനിർമ്മിതിക്ക് കാരണമായ സംഭവകഥ ഇങ്ങനെയാണ്. ജോലിയിൽ നിന്ന് വിരമിച്ച രാമചന്ദ്ര അയ്യർ തൃശൂരിലെ പൂങ്കുന്നത്ത് ഒരു വീട് പണിത് താമസം ആരംഭിച്ചു. തന്റെ പൂജാമുറിയിൽ വച്ച് ആരാധിക്കുന്നതിനായി ഒരു സീതാരാമ വിഗ്രഹം വേണമെന്ന് രാമഭക്തനായ അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിനായി തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് ഒരു ശില്പിയെ വരുത്തി അദ്ദേഹം വിഗ്രഹം നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തി. എന്നാൽ വിഗ്രഹ നിർമ്മാണം പൂർത്തിയായപ്പോൾ പൂജാമുറിയിൽ വയ്ക്കാൻ കഴിയുന്നതിലും വലിപ്പത്തിലുള്ളതും അതിമനോഹരവുമായ വിഗ്രഹമാണ് തയ്യാറായത്. അത്തരത്തിലുള്ള വിഗ്രഹം വീട്ടിൽ വച്ച് പൂജിക്കാതെ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന് സ്വപ്ന ദർശനമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചത്. പരമ്പരാഗത കേരളീയ തഞ്ചാവൂർ വാസ്തുവിദ്യാ ശൈലിയുടെ സമന്വയമാണ് ക്ഷേത്രനിർമ്മിതിയിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള 55 അടി ഉയരമുള്ള ഹനുമാൻ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഈ ഹനുമാൻ പ്രതിഷ്ഠ ആന്ധ്രയിലെ നന്ദ്യാൽ എന്ന സ്ഥലത്ത് വച്ച് കൊത്തിയെടുത്തതാണ്. ഈ ക്ഷേത്രത്തിലെ സ്വർണ്ണരഥം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണരഥം എന്ന് വിശേഷിപ്പിക്കാവുന്നതും രാമരാവണ യുദ്ധാനന്തരം ഇന്ദ്രൻ രാമന് നൽകിയ രഥത്തിന്റെ സങ്കല്പത്തിൽ പണികഴിപ്പിച്ചതുമാണ്. രാമനവമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 13 ദിവസത്തെ മഹോത്സവത്തിൽ 9 ദിവസവും ഈ രഥം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. രാമനവമി ദിനത്തിൽ 50 അടിയിലധികം ഉയരമുള്ള തടിയിൽ തീർത്ത രഥത്തിലാണ് ദേവീദേവന്മാർ പുറത്തേക്ക് എഴുന്നള്ളുക. മെയ് 10 മുതൽ 18 വരെ നടക്കുന്ന വസന്തോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷ ആഘോഷം. സ്വർണം പൊതിഞ്ഞ 3 ശ്രീകോവിലുകൾ, സ്വർണ്ണരഥം, സ്വർണ്ണക്കൊടിമരം എന്നിവ ഈ ക്ഷേത്രത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നു. കർക്കിടക മാസത്തിൽ എല്ലാ ദിനങ്ങളിലും ലേസർ ഷോ നടത്തുന്നു. ക്ഷേത്ര ചുമരിൽ ശ്രീരാമജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥാസന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്ര പരിസരത്തെത്തുമ്പോൾ രാമന്റെ ഭരണകാലത്തെ അയോധ്യ നഗരിയിൽ നാം എത്തി നിൽക്കുന്നതായി തോന്നിയേക്കാം. ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രസന്നിധിയിലെത്തി പ്രാർത്ഥിക്കുന്ന ഭക്തന് ലഭിക്കുന്ന ഭക്തിപൂരിതമായ തൃപ്തി ജീവിതത്തിലുടനീളം കരുത്താകുമെന്നതിൽ സംശയമില്ല. സീതാരാമന്മാർ ഹനുമത് ഹൃദയങ്ങളിൽ എങ്ങനെ വിളങ്ങുന്നോ അതുപോലെ ഈ ക്ഷേത്രപ്രതിഷ്ഠയും നമ്മുടെ ഹൃദയങ്ങളിൽ ചിരകാലം കുടികൊള്ളട്ടെ. ശ്രീരാമജയം, സീതാരാമജയം.